കേരളത്തിന്റെ കണ്ണീർ കണമായി ശ്രീനന്ദ. ചിക്കമംഗളൂരുവിൽ വിനോദയാത്രയ്ക്കിടെ മരിച്ച ശ്രീനന്ദയുടെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ വിങ്ങിപ്പൊട്ടി നാട്. പാലക്കാട് കടമ്പഴിപ്പുറത്തെ വീട്ടിൽ കണ്ണീർ കാഴ്ചകൾ. ആർത്തലച്ച് വീട്ടുകാരും സഹപാഠികളും. പൊതുദർശനം പൂർത്തിയായി. സംസ്കാരം തിരുവല്ലുവാമല ഐവർ മഠത്തിൽ അല്പസമയത്തിനകം. പാലക്കാട് സ്വദേശി ശ്രീനന്ദയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണകാരണം തലയുടെ വലതുഭാഗത്തേറ്റ ഗുരുതര പരിക്ക്. ശരീരത്തിൽ പലയിടത്തും അസ്ഥികൾ പൊട്ടിയ നിലയിൽ. പരിക്കേറ്റത് വീഴ്ചയിലെന്നും നിഗമനം. ശ്രീനന്ദയുടെ മരണത്തിൽ ദുരൂഹതയില്ല എന്ന് വല്യച്ഛൻ KG ശശികുമാർ. താഴ്ചയിലേക്ക് വീണ അപകടം സംഭവിച്ചതാകാമെന്ന് ശശികുമാർ ന്യൂസ് മലയാളത്തോട്. കൈവരിക്ക് സമീപം നിന്നപ്പോൾ മാറാൻ പറഞ്ഞിരുന്നു. പ്രാഥമിക കണ്ടെത്തലിൽ സംശയങ്ങളില്ലെന്നും ബന്ധുക്കൾ. ആ ഭാഗത്ത് കുട്ടി പോയിട്ടുണ്ട്. ഒരു തവണ ബാരിക്കേഷന് പുറത്തിറങ്ങുകയും ചെയ്തു. ഞങ്ങൾ വഴക്ക് പറഞ്ഞ് തിരിച്ച് കയറ്റിയതാണ്. ആ ഭാഗത്ത് തന്നെ ആണെങ്കിൽ ദുരൂഹതയൊന്നും പ്രത്യേകിച്ച് ആരോപിക്കാനില്ല. എങ്ങനെ വീണു എന്നൊന്നും മാത്രം അറിയില്ല എന്ന് മാത്രം. PC ജോർജിന്റെ അധിക്ഷേപത്തിന് പരോക്ഷ മറുപടിയുമായി ദീപിക ദിനപത്രം. FCRAക്കെതിരെ മിണ്ടരുതെന്ന ഭീഷണിയുമായി ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ടുമടക്കി കുത്തിവന്നാലും നിലപാട് മാറ്റില്ല. സ്റ്റാലിനെയും ട്രംപിനെയും ഉദ്ധരിച്ച് BJPക്കെതിരെ ഒളിയമ്പ്. എല്ലാവർക്കും വേണ്ടിയെന്ന് പറഞ്ഞ് പാസാക്കിയ നിയമങ്ങൾ ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിയെന്നും ദീപിക. ദീപിക ദിനപത്രത്തിനെതിരെ അധിക്ഷേപം തുടർന്ന് BJP നേതാവ് ഷോൺ ജോർജ്. സഭയുടെ ഹൃദയത്തിൽ ക്രിസ്തുവിന് പകരം കോൺഗ്രസ്. വീക്ഷണവും ദീപികയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. എഴുതി വിടുന്ന എല്ലാ കോപ്രായങ്ങളും സഭയുടേതല്ല എന്നും ഷോൺ ജോർജ്. സഭാ നേതൃത്വവുമായി കൊമ്പുകോർക്കുന്നതിനിടെ പാലാ രൂപത ആസ്ഥാനത്തെത്തി PC ജോർജ്. സന്ദർശനം 100ാം ജന്മദിനം ആഘോഷിക്കുന്ന മാർ പള്ളിക്കാപ്പറമ്പിൽ ബിഷപ്പിനെ കാണാൻ. സഭയുമായി പ്രശ്നമില്ലെന്നും സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും PC ജോർജ്. ക്രിസ്ത്യൻ സഭകളെ ഭീഷണിപ്പെടുത്താനുള്ള തന്ത്രം വിലപ്പോവില്ല എന്ന് രമേശ് ചെന്നിത്തല. പാലാ കാഞ്ഞിരപ്പള്ളി രൂപതകൾ ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല. വടക്കേ ഇന്ത്യയിലെ പ്രത്യേകതരം രോഗം കേരളത്തിൽ അംഗീകരിച്ചു കൊടുക്കില്ല എന്നും ചെന്നിത്തല. BJPയെ കണ്ട് ആരും വിരട്ടും വിലപേശലും നടത്തേണ്ട എന്ന് ഹൈബി ഈഡൻ. മുസ്ലിം ലീഗിന് 20 സീറ്റ് ഉറപ്പെന്ന വിലയിരുത്തലിൽ സംസ്ഥാന നേതൃത്വം. അനുകൂല തരംഗമെങ്കിൽ 22 സീറ്റിനു വരെ സാധ്യത. മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ സമ്പൂർണ്ണ ജയം. പേരാമ്പ്രയിലും ഗുരുവായൂരിലും കടുത്ത പോരാട്ടം. കളമശ്ശേരി അടക്കം 7 മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കുമെന്നും പ്രതീക്ഷ. 3 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാം എന്ന വിലയിരുത്തലിൽ CPI. പീരുമേട്, തൃശൂർ, നാദാപുരം മണ്ഡലങ്ങൾ കൈവിടുമെന്ന് പ്രാഥമിക നിഗമനം. പട്ടാമ്പിയും അടൂരും വിജയസാധ്യത കുറവ്. മന്ത്രിമാരായ K രാജനും J ചിഞ്ചുറാണിയും കടുത്ത മത്സരം നേരിട്ടതായും വിലയിരുത്തൽ. തിരൂരിൽ മന്ത്രി V അബ്ദുറഹ്മാൻ തോറ്റേക്കുമെന്ന് CPIM വിലയിരുത്തൽ. തിരൂരിൽ നടന്നത് ശക്തമായ പോരാട്ടമെന്ന് ജില്ലാ കമ്മിറ്റി. താനൂർ സീറ്റ് നഷ്ടമാകും. മലപ്പുറം ജില്ലയിൽ LDF 2 സീറ്റിൽ ഒതുങ്ങും. തവനൂരും പൊന്നാനിയും നിലനിർത്തുമെന്നും കണക്കുകൂട്ടൽ. കോൺഗ്രസിൽ ഉയർന്ന മുഖ്യമന്ത്രി ചർച്ച തള്ളി K മുരളീധരൻ. വിശ്വസിച്ച് ഭരണം ഏൽപ്പിക്കുമ്പോൾ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. തിരുവനന്തപുരം ജില്ലയിൽ താമര വിരിയുമോ എന്ന് പറയാൻ താൻ ജ്യോത്സ്യനല്ല എന്നും K മുരളീധരൻ. മുഖ്യമന്ത്രി പദവിയെക്കുറിച്ച് കോൺഗ്രസിൽ ആശയക്കുഴപ്പമില്ലെന്നും ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും ചെന്നിത്തല. പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹലിയ ജമാഅത്തെ ഇസ്ലാമി നോമിനിയെന്ന് ആവർത്തിച്ച CPIM. ജമാഅത്തെ ഇസ്ലാമി പേരാമ്പ്രയിൽ പ്രത്യേക താൽപര്യം കാണിച്ചെന്ന് M മെഹബൂബ്. മുസ്ലിം വോട്ടുകളുടെ ഏകീകരണത്തിന് ശ്രമിച്ചെങ്കിലും നടന്നില്ലെന്നും CPIM ജില്ലാ സെക്രട്ടറി ന്യൂസ് മലയാളത്തോട്. ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. കണ്ണൂരിൽ BDS വിദ്യാർത്ഥി ജീവനൊടുക്കിയതിൽ വകുപ്പ് മേധാവിക്കെതിരെ ഗുരുതര ആരോപണവുമായി കുടുംബം. HODയിൽ നിന്നും നേരിട്ടത് കടുത്ത മാനസിക പീഡനം. നിറത്തിന്റെ പേരിലും അധിക്ഷേപം നേരിട്ടു. വകുപ്പ് മേധാവി മകനെ വിളിച്ചിരുന്നത് പുഴുത്ത പട്ടിയെന്ന്. റാഗിങ്ങും ആത്മഹത്യയ്ക്ക് കാരണമെന്ന് പിതാവ്. എല്ലാവരും കൂടെ അവനെ കൊന്ന് പ്രിയമായി അവഹേളിച്ച് ജാതി കുറഞ്ഞവനെന്നും കറുത്തവനെന്നും പറഞ്ഞ് അവരെല്ലാവരും അവനെ കൊന്ന് കൊലവിളിച്ച്. കുംഭമേള വൈറൽ താരത്തിന്റെ വിവാഹത്തെക്കുറിച്ചുള്ള പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് CPI. സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചാണ്
എന്നും ബിനോയ് വിശ്വം. കേസ് നിയമപരമായി പരിശോധിച്ച് നടപടിയെടുക്കണമെന്ന് കെ മുരളീധരൻ. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി. ചുമത്തിയ കുറ്റങ്ങളുമായി പ്രതിയെ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ പ്രകടം. പരാതിയുടെ വസ്തുതകളിലേക്ക് കടക്കാതെ കോടതി. ഉപാധികൾ ലംഘിച്ചാൽ ജാമ്യം റദ്ദാക്കുമെന്നും എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ അന്വേഷണം വിപുലപ്പെടുത്തി പോലീസ്. സഹസംവിധായിക ശാലിനിയെ ചോദ്യം ചെയ്ത SIT. കേസിനെ കുറിച്ച് അറിയില്ലെന്ന് ശാലിനിയുടെ മൊഴി. രഞ്ജിത്തിനൊപ്പം കാറിൽ പോയത് നടൻ ബോബി കുര്യന്റെ ബന്ധുക്കളെ കാണാനെന്നും വിശദീകരണം. HRDS സ്ഥാപക സെക്രട്ടറി അജി കൃഷ്ണനെതിരെ ഡൽഹിയിൽ പോക്സോ പരാതി. പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ചെന്ന HRDS മുൻ ജീവനക്കാരൻ അജി കൃഷ്ണനെ സഫ്ദർജംഗ് പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യുന്നു. പരാതിക്ക് പിന്നിൽ സ്ഥാപനത്തിനുള്ളിലെ തർക്കമെന്ന് HRDS. ഭൂമി നൽകാമെന്ന് പറഞ്ഞ് ശോഭാ സുരേന്ദ്രൻ വാങ്ങിയ പണം തിരികെ കിട്ടിയില്ല എന്ന് ദല്ലാൾ നന്ദകുമാർ. 10 ലക്ഷം രൂപ ലഭിച്ചത് ഈ മാസം 7-ന്. പണം വന്നത് ഹരി മേനോൻ എന്ന അക്കൗണ്ടിൽ നിന്നും. EP ജയരാജനുമായി ശോഭാ സുരേന്ദ്രൻ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നും TG നന്ദകുമാർ. വോട്ടെടുപ്പിന് പിന്നാലെ കണ്ണൂർ പയ്യന്നൂരിൽ അക്രമങ്ങൾ വ്യാപകമായതോടെ സമാധാന യോഗം വിളിച്ച ADM. സർവകക്ഷി യോഗം വൈകിട്ട് 4:30. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണൻ അനുകൂലിയുടെ കാർ കത്തിക്കാൻ ശ്രമം. 95% മുകളിൽ പോളിംഗ് ശതമാനമുള്ള 4 ബൂത്തുകളിൽ കള്ളവോട്ട് ആരോപിച്ച് UDF. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതി. പരിക്കേറ്റത് 64-കാരനായ അശോകന്. മർദ്ദിച്ചത് GRP SI ജയൻ. പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് പണിമുടക്കി ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്വാഭാവിക ജാമ്യം തേടി ജയിലിൽ കഴിയുന്ന അവസാന പ്രതിയും. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ച് മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസ്. ജാമ്യ ഹർജി തിങ്കളാഴ്ച പരിഗണിക്കും. തിരുവനന്തപുരം നരുവാമൂട് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പാപ്പാന് ദാരുണാന്ത്യം. മരിച്ചത് തമിഴ്നാട് സ്വദേശി മൊയ്തീൻ. ആക്രമിച്ചത് പാലാ ടിംബേഴ്സ് എന്ന തടിമില്ലിലെ ആന. സംസ്ഥാനത്ത് ചൂട് കനക്കുന്നു. ഇന്ന് ഇടുക്കിയും വയനാടും ഒഴികെ 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പാലക്കാട് താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. അന്തരീക്ഷ ഈർപ്പത്തിലും വർധനയുണ്ടാകുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. ഹൈദരാബാദിൽ വിവാഹ വാഗ്ദാനം നിരസിച്ചതിന്റെ പകയിൽ യുവാവ് HIV പോസിറ്റീവ് രക്തം കുത്തിവെച്ച 22-കാരി ജീവനൊടുക്കി. പെൺകുട്ടിയുടെ ബന്ധു മനോഹർ പോലീസ് പിടിയിൽ. യുവതി വിവാഹത്തിൽ നിന്നും പിൻവാങ്ങിയത് മനോഹർ HIV ബാധിതനെന്ന് മനസ്സിലാക്കിയതോടെ. നിർണായക ഇറാൻ US വെടിനിർത്തൽ ചർച്ച ഇന്ന് പാകിസ്ഥാനിൽ. ചർച്ചകൾക്കായി ഇറാൻ പ്രതിനിധി സംഘം ഇസ്ലാമാബാദിൽ. JD വാൻസുമായി ചർച്ച നടത്തുക പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഖർ ഖാലിബാഫ് നയിക്കുന്ന സംഘം. ചർച്ച തുടങ്ങും മുൻപ് ലബനനിൽ വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് ആവർത്തിച്ച് ഇറാൻ. IPL ആദ്യ ജയം തേടി ചെന്നൈ സൂപ്പർ കിങ്സ് ഇന്ന് കളത്തിലിറങ്ങും. എതിരാളികൾ ഡൽഹി ക്യാപിറ്റൽസ്. ഫോമിലേക്ക് തിരിച്ചെത്താൻ സഞ്ജു സാംസൺ. മത്സരം രാത്രി 7:30 ചെപ്പോക്കിൽ. ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും.